തൃശൂരിൽ വീശിയടിച്ച മിന്നൽ ചുഴിയിൽ വില്ലടം, വിൽവട്ടം, ചേറൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. പല മേഖലകളിലും മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു എന്നൊരു അപ്ഡേറ്റ് കൂടി വരികയാണ്. വില്ലടത്ത് നിന്ന് ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, ഈ മിന്നൽ ചുഴലി അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? ഒപ്പം തന്നെ ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? ഹലോ, കൊഴുക്കുള്ളി എന്ന മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഒല്ലൂർ മേഖലയിലാണ് ഈ കൊഴുക്കുള്ളി പ്രദേശം. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട റോഡിലാണ് ഇത്തരത്തിൽ മരം കടപുഴകി വീണിരിക്കുന്നത്. ആ ഒരു ഷീറ്റടക്കം പൂർണ്ണമായി ആ തെങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്, അല്ലെങ്കിൽ തെങ്ങടിച്ച് വീണിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ ക്ഷമിക്കണം, ഈ പ്രദേശത്തെ നാട്ടുകാർ ഇപ്പോൾ ആ തെങ്ങ് മുറിച്ചു മാറ്റാനുള്ള നീക്കത്തിലാണ് ഉള്ളത്. എന്തായാലും കൗൺസിലറും ഒക്കെ ആയിട്ടുള്ള അനീസ് നമ്മോടൊപ്പം ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് കാറ്റ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ, വീടുകളുടെ മുകളിലൊക്കെയുള്ള ഡ്രസ്സുകളെല്ലാം പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഭവൻസ് സ്കൂൾ മുതൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം എല്ലാ ട്രസ്സുകളും പാടത്തേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ആളുകൾക്ക് വല്ല കുഴപ്പമൊന്നും സംഭവിച്ചില്ല, ഇതുവരേക്ക് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതാണ് വലിയ ഭാഗ്യമായി കാണുന്നത്. പക്ഷേ വലിയ നാശനഷ്ടം, KCB ഉൾപ്പെടെ ഇവിടെ മുഴുവൻ പ്രദേശങ്ങളിലെയും ഇലക്ട്രിസിറ്റി പരിപൂർണമായി നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കുന്ന പ്രവൃത്തികൾ നാട്ടുകാരുടെയൊക്കെ നേതൃത്വം ബ്ലോക്ക് ആണല്ലോ പ്രധാനപ്പെട്ട. അതെ, ഇത് പ്രധാനപ്പെട്ട റോഡ് കൂടെയാണ്. മുളയത്തെയും അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈവേ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടെയാണ്. അത് ബ്ലോക്കായി എടുക്കുന്ന സാഹചര്യമാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ അടിയന്തരമായി റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് വളരെ സജീവമായി തന്നെ അതിനകത്ത് രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു. ഏതാണ്ട് ഒരു 8:45 സമയത്താണ് ഇത്തരത്തിൽ ഒരു മിന്നൽ ചുഴലി ഈ മേഖലയിൽ പൂർണ്ണമായി അടിക്കുന്നത്. വില്ലടം മേഖലകളിലൊക്കെ തൃശൂർ നഗരസഭയുടെ ഭാഗമാണ്. പക്ഷേ ഇത് പഞ്ചായത്താണ്. ഈ മേഖലയിലും സമാനമായ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വീണിരിക്കുന്നത്. ഉദ്യോഗസ്ഥൻ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റുകയാണ്. പ്രധാനപ്പെട്ട റോഡാണ്. തൃശൂരിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് മരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നീക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.